വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം മയപ്പെടുത്തി കേരള സർവകലാശാല. ഇത് സംബന്ധിച്ച് പുതിയ സർക്കുലർ പുറത്തിറക്കി. വിഭജന ഭീതി ദിനാചരണത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിച്ചാൽ മതിയെന്നും സർക്കുലറിൽ പറയുന്നു. എസ് ഷീജ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷീജ, വലിയ പ്രതിഷേധം ഉടലെടുത്തതിന് പിന്നാലെയാണ് VC, അതായത് എല്ലായ്പ്പോഴും ഗവർണറുടെ നിലപാടുകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മോഹനൻ കുന്നുമേൽ നിലപാട് മയപ്പെടുത്തുന്നതല്ലേ? തീർച്ചയായും അസുത അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം VC-മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊന്നും നോക്കാതെ VC-യുടെ തീരുമാനം, അതായത് ചാൻസലറുടെ തീരുമാനം VC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ തീരുമാനങ്ങളിലേക്കും കടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജുകൾക്ക്, കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകൾക്ക് പ്രത്യേക സർക്കുലർ അയച്ചിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ ഈ ഓഗസ്റ്റ് 14 എന്ന് പറയുന്നത് വിഭജന ഭീതി ദിനമായി ആചരിക്കണം, അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു. SFI പ്രതിഷേധവുമായി രംഗത്തെത്തി. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനം മയപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കേരള സർവകലാശാല VC എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ ഈ പുതുക്കിയ സർക്കുലറിൽ പറയുന്നത്, നിലവിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ ദിനത്തിന്റെ ആചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നൊരു നിർദ്ദേശം വരുന്ന അനുസരിച്ച് അതിലുള്ള തുടർ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇവിടെ നടപ്പാക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നും കേരള സർവകലാശാല മയപ്പെടുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കുലറിലൂടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നു കേരള സർവകലാശാല.